ചെറുപ്പത്തിൽ നിന്നെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാവ്, നീ സുഖമില്ലാതിരുന്ന ഘട്ടത്തിൽ നിൻ്റെതാകുന്ന അസുഖം മാറാൻ വേണ്ടി നേർച്ച നേർന്ന് സമ്പത്ത് ചെലവഴിച്ച് ഹോസ്പിറ്റലിൽ പോയി ഉറക്കമുളച്ച് ദിക്ർ ചൊല്ലി ക്ഷീണിച്ച് അവശയായി നിസ്കരിക്കുമ്പോഴും നോമ്പ് പിടിക്കുമ്പോഴും അതിനുവേണ്ടി നേർച്ച നേർന്ന് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് അമൽ ചെയ്ത് ഉംറ ചെയ്ത് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കിട്ടണം, മകളെ രക്ഷപ്പെടുത്തി കിട്ടണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി തന്നെ നിലകൊണ്ടതാകുന്ന ഈ വാപ്പയും ഉമ്മയും അവസാനം മരിക്കാൻ വേണ്ടി മക്കൾ ദ്വാരക്കുന്ന ഘട്ടം. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനെങ്ങനെയും വാപ്പ മരിച്ചാൽ മതി, സ്വത്ത് എങ്ങനെയെങ്കിലും അതുകൂടെ കിട്ടുവാണെങ്കിൽ റാഹത്ത്. ഇതാണ് ഇന്നത്തെ തലമുറ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ആഖിറത്തിന് വേണ്ടി സ്വരൂപിക്കണം. ദുനിയാവല്ല, ആഖിറത്തിന് വേണ്ടി. ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ചു വെക്കണം. ദുനിയാവ് നശ്വരമാണ്. ഇവിടെ മക്കൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വസിയ്യത്ത്, പഴയ കാലഘട്ടങ്ങളിൽ വസിയ്യത്തുണ്ടായിരുന്നു, അതൊന്നുമില്ല. ഇന്ന് എന്തെങ്കിലും മരിച്ചതിന് ശേഷം എന്തൊക്കെയോ കടിപിടി കൂടുകയാണ്, അടിയും വഴക്കും ബഹളവും. മുമ്പ് നേരത്തെ തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെക്കും. ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയുള്ള ഏതൊരു രക്ഷിതാവും അവനൊരല്പസ്വല്പം കഴിയുമ്പോൾ 40 കഴിയുമ്പോഴത്തേക്ക് തന്നെ അവനിതൊക്കെ വിൽപ്പത്രം റെഡിയാക്കി തയ്യാറാക്കി വെക്കണം. അതാണ് വേണ്ടത്. ഇസ്ലാമിക നിയമമാണത്. ഇന്നത് ഇതൊക്കെ ഇന്ന വ്യക്തികൾക്ക് ഇസ്ലാമിക നിഷ്ഠപ്രകാരം ഒരു ആലിമിൻ്റെ സഹായം തേടിക്കൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തി കൊടുക്കൻ, വഴക്കില്ലാത്ത, പ്രശ്നമില്ലാത്ത. ഇനി അതല്ല, നേരത്തെ തന്നെ ഓഹരി ജീവിതത്തിൽ വെച്ചു കൊടുത്താൽ തന്നെ നിൻ്റെ സ്വത്ത് പൂർണ്ണമായി നീ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാതിരിക്കാൻ നിനക്കൊരു ഓഹരി വേണം. കാരണം ഇന്ന് എത്രയോ സിനിമാ നടന്മാരും വലിയ വലിയ രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ അടക്കം ഇന്ന് കടക്കുന്നത് വൃദ്ധസദനങ്ങളിലാണ്. മനസ്സിലാക്കണം. എത്ര ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല. മക്കൾ സ്വത്തെല്ലാം എഴുതി കഴിയുമ്പോഴത്തേക്ക് നേരെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാൻ. അവിടെ കിടന്ന് മരണപ്പെട്ടു പോകുന്ന എത്ര ആളുകൾ, ആരും നോക്കാനില്ല. ആ വൃദ്ധസദനങ്ങൾ കുളിപ്പിക്കുന്നതോ അന്യ സ്ത്രീകൾ. ഇന്ന് വരെ ഒരു പരസ്ത്രീയുടെ കൈക്ക് പിടിക്കാത്ത പ്രിയപ്പെട്ട പിതാവിനെ, അല്ലെങ്കിൽ ഒരു പരപുരുഷൻ്റെ ശരീര കരസ്പർശമേൽക്കാത്ത പ്രിയപ്പെട്ട മാതാവിനെ കുളിപ്പിക്കുന്നതൊക്കെ മറ്റ് ആളുകളാണ്. വൃദ്ധസദനങ്ങളിൽ നഊദുബില്ല, അവരുടെ മാനസികമാകുന്ന വിഷമവും പ്രയാസവും എത്ര വലുതായിരിക്കും. ഈ ശാപമൊക്കെ നമ്മൾ എവിടെ കൊണ്ടേ തീർക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കൻ. ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കൻ. ദിക്റും സ്വലാത്തുമൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം. ഒരു വ്യക്തി 70,000 തഹ്ലീൽ ചൊല്ലി സ്വന്തം കാര്യത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് മാറ്റിവെച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് അവന് വലിയ വിജയം അള്ളാഹു നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖബർ ജീവിതത്തിലും മഹ്ശറയിലുമൊക്കെ അത് കണ്ടറിയാൻ പറ്റും. സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി ചെയ്തു തീർക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഓതി ഉസ്താദ് എല്ലാ നിസ്കാരത്തിലും കുൽഹുവല്ലാഹ് ഓതി നിൽക്കരിക്കുന്നത്, അതല്ല ഈ പറയുന്നത്. സെപ്പറേറ്റ് കുൽഹുവല്ലാഹ് 1,00,000 നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം. ഇപ്പോൾ ഫ്രീ ആണ്, നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളുണ്ട്. മറ്റെല്ലാ ജോലിത്തിരക്കുകളും മാറ്റിവെച്ച് കിട്ടുന്ന സമയത്ത് ദിക്ർ തന്നെ. വെറുതെ ഫനായും ഫസാദും പറഞ്ഞ് ദുനിയാവിന് വേണ്ടി കഴിഞ്ഞാൽ നാളെ ഖബറിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാവരും ഐക്യപ്പെട്ട വിഷയമാണ് മരണം. ഖബറിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പണിയെടുക്കണം. പണി ഇതാണ്, അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ദുന്യാവെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൃഷി ഇതാ, തസ്ബീഹ്, തഹ്ലീൽ, ദിക്ർ, സ്വലാത്ത്, ഖുർആനോത്ത്, അത് തന്നെ, വേറൊന്നും വേണ്ട. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഹാദിൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബ ഈ ഹൃദയങ്ങൾക്ക് കറ പിടിക്കും. സ്വഹാബ ഇന്ന ഹാദിൽ ഖുലൂബ യസ്തഉ, ഈ ഹൃദയങ്ങൾക്ക് കറ പിടിക്കും. സ്വഹാബ കമാ തസ്തഉൽ ഹദീദു, ഇരുമ്പുകൾക്ക് ക്ലാവ് പിടിക്കുന്നത് പോലെ, കറ പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കും. സ്വഹാബ ഫഖാല സ്വഹാബത്തു, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമാ ജിലാഉഹാ,
ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിച്ചാൽ അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്കറിയാം റസൂലേ. അത് മാറ്റാനുള്ള പണികൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹബീബേ. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിച്ചാൽ അതെങ്ങനെയാണ് തെളിച്ചെടുക്കുക ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാധിക്കും സാബ. ഒന്ന് ദിക്റുൽ മൗത്ത്, അവനവന്റെ സ്വന്തം മരണത്തെ കുറിച്ചുള്ള ചിന്തയാ. അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്നുള്ളതാകുന്ന ചിന്ത ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ഉണ്ടായാൽ അവന്റെ ഹൃദയം വെട്ടിത്തിളങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതായി റസൂലുള്ളാഹി പറയുകയാണ്, വതിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, സഹോദരാ സഹോദരി, മദ്രസയിൽ ഖുർആൻ ഓതാൻ വൃത്തിയായി പഠിച്ചതായ മക്കളല്ലേ? എത്ര ഖത്മുകളാണ് നിങ്ങൾ ഓതി തീർത്തത്? 30 വയസ്സുള്ളവരില്ലേ? 40 കഴിഞ്ഞവരില്ലേ? 20 അതിന് താഴോട്ട് പ്രായമുള്ളതായ മക്കളില്ലേ? ഖുർആൻ വൃത്തിയായി പാരായണം ചെയ്യാൻ അറിയുന്നതായ പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, എത്ര ഖത്മുകൾ നാം പാരായണം ചെയ്തു? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹൃദയത്തിന് തിളക്കം വേണോ? മാറ്റുകൂട്ടണോ? ഹൃദയത്തിന്റെ കറകളിൽ നിന്ന് ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കണോ? ഖുർആനിന്റെ പാരായണം കൊണ്ട് സാധ്യമാണെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എവിടം വരെ ഓതി? ഒരു ഖത്ത് ഓതിയിട്ടുണ്ടോ? ഒരു ഖത്തുമ തുടക്കം മുതൽ അവസാനം വരെ ഓതി എത്ര ആളുകളുണ്ട്? കൈയുയർത്തണ്ട, ഒന്ന് ചിന്തിച്ചാൽ മതി. എത്ര ചെറുപ്പക്കാരുണ്ട് ഖുർആൻ കൈകൊണ്ട് തൊടുന്നതേയില്ല? ഇന്നത്തെ ജനറേഷൻ, അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. പള്ളിയിലെത്തി വെള്ളിയാഴ്ച 10 കോല് പോലും അവൻ്റെ ടാബ് എടുത്ത് ഫ്രണ്ടിൽ വെക്കുകയാണ്, മൊബൈൽ, എന്നിട്ട് അതുമേലിരുന്ന് ഖുർആൻ ഓതുന്നു. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. മൊബൈലിലുള്ള ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല, അതൊരു PDF ഫയല് പോലെയാണ്. മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഈ മൊബൈലിലുള്ള ഖുർആനും വെച്ചുകൊണ്ട് ബാത്റൂമിൽ പോകൽ അനുവദനീയമാക്കിയത് പണ്ഡിതന്മാർ. ഇത് യഥാർത്ഥ മുസാഫ് അല്ല. യഥാർത്ഥ മുസാഫ് അപ്പുറത്തിരിപ്പുണ്ട്, തൊട്ടടുത്തിരിക്കുക അലമാരിയിൽ, പള്ളിക്കകത്ത് എടുക്കൂല. മൊബൈലിനകത്ത് എല്ലാവരുടെ സാധ്യത മൗലൂദ്, റാത്തീബ്, കുത്തുബിയത്ത് എല്ലാം ഇതിനകത്തുണ്ട്. തോണ്ടി എടാ കുത്തുബിയത്തെ മൗലൂദൊക്കെ അതിൽ ഒതുക്കോ, വിഷയമുള്ള കേസല്ല. ഖുർആൻ്റെ ആ കോപ്പി തന്നെ എടുത്തിട്ട് അത് കൈപിടിച്ച് ഓതുന്നതിലാണ് ബറക്കത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റേത് തൂക്കിയിട്ടുണ്ട് എങ്ങോട്ടും പോകാം, ടോയ്ലറ്റിനുള്ളിൽ പോകാം, വിഷയമില്ല. ഖുർആനിലെ മൊബൈൽ ഒറിജിനൽ എന്തല്ല ഖുർആനായി, ഖുർആൻ മൊബൈലിലുള്ള ഖുർആൻ ഒറിജിനൽ എന്തല്ല ഖുർആൻ അല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതുപോലെയാണത്? നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ നിന്ന് മുഖം നോക്കുമ്പോൾ കണ്ണാടിക്കുള്ളിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മളെ കാണാൻ പറ്റും. ഈ കണ്ണാടിക്കുള്ളിൽ കാണുന്ന നീ യഥാർത്ഥ നീയാണോ? അല്ല, നിൻ്റെ എന്താണ് ഒരു പ്രതിബിംബമാണ് അതിനുള്ളിൽ കാണുന്നത്. എന്നതുപോലെ ഖുർആനിൽ, ഈ മൊബൈലിലുള്ളതാകുന്ന ഖുർആൻ ഒരിക്കലും എന്തല്ല, ഒറിജിനൽ മുസാഹഫ് അല്ല. അതുകൊണ്ടാണ് അത് വെച്ചുകൊണ്ട് എങ്ങോട്ട് പോകൽ അനുവദിച്ചത്? ടോയ്ലറ്റിനുള്ളിൽ പോകാം, അനുവദനീയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അതിലല്ല നോക്കി ഓതേണ്ടത്. നമ്മൾ അത്യാവശ്യ ഘട്ടം, ഉദാഹരണത്തിന് ബസ്സിലാണ്, ട്രെയിനിലാണ്, കാറിലാണ്, നമുക്ക് പെട്ടെന്നൊന്നും പറ്റുന്നില്ല, ഖുർആൻ കിട്ടിയില്ല, അപ്പോൾ വിഷയമല്ല. പള്ളിയിലെത്തി തൊട്ടടുത്ത് മുസാഫ് ഇരുന്നിട്ട് പോലും നോക്കാത്ത കൗമ് നമ്മുടെ കൗമിൽ ധാരാളമുണ്ട്. വെള്ളിയാഴ്ച ഓത് അൽക്കാഫ്, കാര്യമായിട്ട് ഇതിൽ മുസാഫ് എടുക്കുന്നില്ല. അത് വലിയ വിഷയമാണ്. മുസാഫ് എടുക്കണം, അത് നമ്മുടെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കണം, പതുക്കെ അതിൻ്റെ താളുകൾ മറക്കണം, അതിൽ നോക്കണം, അതിൽ ഓരോ വരിയും നോക്കുന്നതിൽ കണ്ണിന് കുളിർമ. ഓരോ വാക്കും തപ്പി ഓതുന്നവന് 2 പ്രതിഫലം. വല്ലദീ യതകഅഉ ലഹു അജ്റാൻ ശഫീഉനാ റസൂലുള്ളാഹി. വിക്കി പ്രയാസപ്പെട്ട് പോകുന്ന ആളുകളുണ്ട് ചിലർ, നമ്മളിങ്ങനെ മാറിയെന്ന് കളിയാക്കും. അവന് 2 കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു പേജ് ഓതിയാൽ മതി, ഒരുപാടൊന്നും ഓതണ്ട. പക്ഷെ ഖുർആൻ ഓതാതെ ഒരു ദിവസം പോകാൻ പാടില്ല. ഇരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ മുസഹഫ് വേണം. ഓരോരുത്തർക്കും സ്വന്തമായിട്ട് എൻ്റെ മുസഹഫ് എന്ന് പറയാൻ നമുക്ക് മുസഹഫ് ഇല്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, ന്യൂ ജനറേഷൻ എന്ന വിഭാഗത്തിനില്ല. എന്നാൽ മറക്കപ്പുറത്തിരിക്കുന്നതും ഈ സദസ്സിലുള്ളതുമായ പ്രായം ചെന്ന ഉപ്പമാർക്കും ഉണ്ട്, ഉമ്മമാർക്കും ഉണ്ട്. ഇതാറ മുസാഫ? ഇത് ഉമ്മാടെ മുസാഫാണ്. പറയാറില്ലേ ഇതാറ മുസാഫ? ഇത് വാപ്പാടെ ഖുർആനാണ്. എന്നാൽ മോൻ്റെ ഖുർആനാണ്? മോന് ഖുർആനില്ല, മോന് നല്ല സിനിമാ പാട്ടിരിപ്പുണ്ട്, വേണേൽ വെച്ച് തരാം. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ.
മോൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളായിരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ ബോധം പോവും, ഒളുവും പോവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് നമ്മുടെ അവസ്ഥ. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിന് മാറ്റുകൂട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായ അധ്യാപനമാ ഒന്ന് ഖുർആൻ ഓത്താണ്, പാരായണമാണ്. ഇന്നത്തെ തലമുറകൾ കുറഞ്ഞു പോയില്ലേ, പാരായണം നശിച്ചു പോയില്ലേ. യാസീൻ തന്നെ ഓതാത്തതാകുന്ന എത്ര ആളുകളാണ്, ചെറുപ്പക്കാരാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യ നിനക്ക് വേണ്ടിയും നീ ഖുർആൻ ഓത. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആനാണ്, ഖൽബുൽ ഖുർആനാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും പാരായണം ചെയ്തിരുന്നതായ സൂക്തമല്ലേ ഇന്നത്തെ തലമുറകൾ അന്യമാക്കി കളഞ്ഞില്ലേ? സൂറത്തുൽ മുൽക്ക് ഓതാത്ത എത്രയെത്ര ചെറുപ്പക്കാരാണ് സഹോദരങ്ങളാ. ഓതിയാൽ ഖബറിൽ ജീവിതം സുനിശ്ചിതമാണെന്ന് അറിയാവുന്ന വ്യക്തികൾ പോലും അത് പാരായണം ചെയ്യാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി മുത്തുനബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതാകുന്ന സൂറത്തുൽ വാഖിയ ഈ സമൂഹം തള്ളിക്കളഞ്ഞില്ലേ? ദാരിദ്ര്യം നമ്മുടെയൊക്കെ കൂടപ്പിറപ്പുകളായി വന്നു ചേർന്നില്ലേ? സൂറത്തുൽ വാഖിയ ആരാ ഓതിയത്? ഇന്നത്തെ ദിവസം ഓതിയവരാരാണെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈയുയർത്താൻ പറ്റും? കൈയുയർത്തണ്ട, ചിന്തിച്ചാൽ മതി. ഞാൻ ആരെ ഇൻസൾട്ട് ചെയ്യാനില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇല്ല, വളരെ കുറവാണ്. എനിക്കറിയാം, വളരെ കുറവായിരിക്കും, ഉണ്ടാവും, വളരെ കുറവായിരിക്കും. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നില്ല. ഒക്കെ അറിയാം, ഖബർ ജീവിതം കിട്ടാനൊക്കെയാണെന്നൊക്കെ അറിയാം. യാസീൻ വളരെ റാഹത്താണ്, ഖുർആൻ്റെ ഹൃദയമാണെന്നറിയാം. പക്ഷെ ഓതലില്ല, അവിടെയാണ് വിഷയം. എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. നമ്മളെ മലബാറിലുള്ള ആളുകൾക്കെല്ലാം ഒരു അള്ളാഹു നൽകിയിരിക്കുന്ന തൗഫീഖ്, ഖുർആൻ നല്ല വൃത്തിക്ക് ഓതും. എൻ്റെ മോനെ ഉസ്താദെ നല്ലപോലെ ഖുർആൻ ഓതും. ഓതിയോ? ഇന്ന് വരെ ഒരു ഖത്തും ഓതിയിട്ടില്ല. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് ജില്ലകളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഓതാൻ അറിയാത്തതിൻ്റെ വിഷമം, അവരതിൻ്റെ സങ്കടത്തിലിരിക്കുക. നമുക്ക് നല്ല ഓതാൻ അറിയാം, കണ്ണിന് കാഴ്ചയുണ്ട്, കാതിന് നല്ലതുപോലെ കേൾവി ശക്തിയുണ്ട്, എല്ലാ അവയവങ്ങൾക്കും ഒരു കുഴപ്പമില്ല, എന്നിട്ടും സൗകര്യങ്ങളും ഉണ്ട്, എന്നിട്ടും ഓതൂല. ഒരു 10 പേജ് വേണ്ട, 1 പേജ് ഡെയിലി ഒന്ന് ഓതിക്കൂടെ? അതിനൊരു ഖൈർ എത്രയാ! സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബി വര്യനെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ, ഹാലും മുർതഹീലുമാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തിട്ട് വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവർത്തനമാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഖത്മ പൂർത്തീകരിച്ചിട്ട് വീണ്ടും ഫാത്തിഹ കൊണ്ട് തുടങ്ങി വെക്കുന്ന പ്രവർത്തനമില്ലേ? അഥവാ കറാത്ത് മറാത്ത് ആവർത്തിച്ച് ഖുർആൻ ഖത്മ തീർക്കുന്ന അമലില്ലേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് സഹാബ, അല്ലാഹുവിന് ഏറ്റവും പ്രിയമുള്ള അമല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ.
പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് തന്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് ഇശാ മഗ്‌രിബിനിടയിൽ നിന്ന് മക്കളിൽ നിന്ന് ചെറുമക്കളിൽ നിന്ന് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ അത് കേൾക്കുന്നതായ രക്ഷിതാവേ, കേൾക്കാൻ താല്പര്യപ്പെടുന്നവരെ, ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാക്കുകയാണ്. വഅംതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതായ ആളുകളെ, ഖുർആൻ പാരായണം ചെയ്യാൻ താല്പര്യത്തോടുകൂടി ഖുർആൻ എടുത്തുകൊണ്ട് കിബില കവിയുമായിരുന്നു കൊണ്ട് ഖത്മ തീർക്കാൻ താല്പര്യപ്പെടുന്നവരെ, ഖുർആനിന്റെ അകത്തളങ്ങളിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ചിന്ത വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നവരെ, വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു അവനെ സംരക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ മക്കളെ പരിശുദ്ധമായ ഖുർആനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞുവിടണേ. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കാനും ഓദിക്കുവാനും അതിൻ്റെതാകുന്ന പാരായണ ശാസ്ത്രങ്ങൾ തജ്വീദ് അനുസരിച്ചുകൊണ്ട് കൃത്യമായ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം ചിട്ടവെക്കാനും ഹാഫിളീകളായ മക്കളെ നാം തയ്യാറെടുക്കണേ. ആലിമാക്കാൻ വേണ്ടി മക്കളിൽ ഒരാളെയെങ്കിലും നാം പറഞ്ഞു വിടണേ. നാളെ നീ മരണപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് വന്ന് ഒഴുകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് വാപ്പാക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാമെന്ന് പറഞ്ഞ് ഫാത്തിഹ സൂറത്ത് ജനങ്ങളെ കൊണ്ട് ഓദിച്ച് ആമീൻ പറയുന്ന ദുആ ചെയ്യുന്ന സാലിഹായ ഒരു മകനെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്ക് വേണ്ടി നാളെ നിന്റെ പ്രിയപ്പെട്ട മക്കൾ പല വഴിക്കോടുകയാണ്. ഒരുത്തൻ പ്രവാസിയാണ്, ഒരുത്തൻ എഞ്ചിനീയറാണ്, ഒരുത്തൻ ഡോക്ടറാണ്, മറ്റൊരുത്തൻ ടീച്ചറാണ്. ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി പോകുമ്പോ ആലിമായ മനുഷ്യൻ, നാട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ എല്ലാ വെള്ളിയാഴ്ചയും നിന്റെ ഖബറിന്റെ സമീപം വരുകയാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട വാപ്പയാണ് വലുത്, മരണപ്പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് വലുത്. ആ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് സലാം ചൊല്ലുകയാണ്. അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട പിതാവേ, രക്ഷിതാവേ, എന്റെ ജീവിത കാലഘട്ടങ്ങളിൽ സർവ്വതും നൽകിക്കൊണ്ട് എന്നെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാവേ, നിങ്ങൾക്കിതാ സലാം. പ്രിയപ്പെട്ട വാപ്പ, നിങ്ങൾക്കിതാ സലാം. യാസീൻ ഓതുകയാണ്, സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്, സജദ ഓതുകയാണ്. ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് താങ്ങായി തണലായി വർത്തിച്ച എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മാതാവിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ആദരവായ പ്രവാചകനെ പഠിപ്പിച്ചതാകുന്ന ചര്യ അവനറിയാം, അവനറിയാം. ഹബീബായ നബിതങ്ങൾ പറഞ്ഞതല്ലേ, മൻസാറ ഖബറ അബവൈഹി ഫീ യൗമിൽ ജുമുഅ ഔ ലൈലത്തിൽ ജുമുഅ. ആരൊരുവൻ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബർ വെള്ളിയാഴ്ച രാവിലോ അതിൻ്റെതാകുന്ന പകലിലോ ആരൊരുവർ സന്ദർശനം നടത്തിയാൽ അവനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനായി അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട അമലാണ്, ചെയ്തു വെക്കേണ്ട അമലാണ്. മാതാപിതാക്കളുടെ ഖബർ വെള്ളിയാഴ്ച ദിവസം സന്ദർശിക്കുന്നതായ രക്ഷിതാക്കളുടെ ഖബർ സന്ദർശിക്കുന്ന മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരുടെ ലിസ്റ്റിലേക്ക് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ആരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ താല്പര്യം വെക്കുക? ദീൻ പഠിച്ചതായ, ദുനിയാവ് നശിക്കുന്നതാണെന്ന് പഠിച്ച, ആഖിറമാണ് ശാശ്വതമെന്ന് പഠിച്ച സാലിഹായ ഒരു പൊന്നുമോനുണ്ടെങ്കിൽ, ഖുർആൻ പഠിച്ച ഹാഫിളായ പൊന്നുമോനുണ്ടെങ്കിൽ അവൻ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഖുർആൻ ഖത്മ തീർക്കുകയാണ്, ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന റജുല യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു.
ഖബർ പിളരുകയാണ്, ഖബർ പിളരുകയാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് കടന്നു വരുമ്പോ മൂന്നാമത്തെ ഊത്തിലൂടെ ഖബർ പിളർക്കുകയാണ്, പിളർക്കുകയാണ്. ആ പിളർക്കുന്ന സന്ദർഭത്തിൽ ഖബറിൽ നിന്ന് മനുഷ്യൻ അവന്റെ മുന്നിൽ നിൽക്കുന്നതായ വ്യക്തിയെ കാണുകയാണ്. സുമുഖനാണ്, തലേക്കെട്ട് ധരിച്ചതായ വ്യക്തിയാണ്, നല്ല തലപ്പാവ് ധരിച്ചതാകുന്ന വെള്ള വസ്ത്രം ധരിച്ചതായ മനുഷ്യനാ. ആ മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവനോട് ചോദിക്കുകയാണ്, ഹൽ താരിഫുനീ, നിനക്കെന്നെ മനസ്സിലായില്ലയോ, നിനക്കെന്നെ അറിയില്ലയോ? ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, മാ അരിഫുക, എനിക്ക് നിന്നെ മനസ്സിലായില്ല. ആരാണ് നീ, ഏതാണ് നീ, എന്താണ് നീ? ഖബറിന്റെ മുന്നിൽ വന്നുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് ഖബറിൽ നിന്ന് പുലർന്നു വരുന്ന മനുഷ്യൻ അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുമ്പോ ആ വെള്ള വസ്ത്രം ധരിച്ച മനുഷ്യൻ പുഞ്ചിരി തൂകിക്കൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, ഹൽ താരിഫുനീ, ഒന്നുകൂടി നോക്കണേ ചെറുപ്പക്കാരാ, ഒന്നുകൂടി നോക്കണേ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പ, ഒന്നുകൂടി നോക്കണേ പ്രിയപ്പെട്ട ഉമ്മ, ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കണേ, എന്നെ മനസ്സിലായില്ലയോ? വീണ്ടും ഈ മനുഷ്യൻ പറയുകയാണ്, മാ ആരിഫുക, എനിക്ക് നിന്നെ മനസ്സിലായില്ല. ആരാണ് നീ, ആരാണ് നീ? ഫയുഖാലു ലഹു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉടനെ ആ മനുഷ്യനോട്, ഖബറിൽ എഴുന്നേൽക്കുന്ന മനുഷ്യനോട് തൂവെള്ള വസ്ത്രധാരിയാകുന്ന സഹോദരൻ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, അന സാഹിബുക്കൽ ഖുർആൻ അല്ലദീ അളമഉതുക ഫിൽ ഹവാജിർ വഅസ്ഹറത ലൈലതക, ഞാനാണ് നിന്റെ പരിശുദ്ധമായ ഖുർആൻ, നീ ദുനിയാവിൽ ഓതി തീർത്തതായ ഖുർആൻ, അത് ഞാനാണ്, ഞാനാണ്, ഞാനാണ് യാസീൻ, ഞാനാണ് ത്വാഹ, ഞാനാണ് ഹമീം, ഞാനാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തുൽ വാഖിയ, ഞാൻ നിന്റെ പരിശുദ്ധമായ ഖുർആനാണ്, ഖുർആനാണ്. ഈ ദുനിയാവിൽ സ്വന്തമായി മുസ്ഹഫ് എടുത്തു വെച്ചുകൊണ്ട് ഖുർആൻ ഖത്മ തീർത്തതാകുന്ന പ്രായം ചെന്ന ഉമ്മ ഖബർ പിളരുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുകയാണ്. ആ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ പേടിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് തുണയായിട്ട് വന്നവനാണ് ഞാൻ. അന അളമൗതുക ഫിൽ ഹവാജിർ വഅസ്ഹറത ലൈലതക, എത്രയോ രാത്രി ഉറക്കമൊടിച്ചുകൊണ്ട് വാല് കേട്ടുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഖത്മ തീർത്തവരല്ലേ, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ഓതി തീർത്തവരല്ലേ, അത്താഴ സമയത്തിരുന്നു കൊണ്ട് ഖുർആൻ നല്ല മനോഹരമായ ശബ്ദത്തിൽ പാരായണം ചെയ്തവരല്ലേ. നിങ്ങൾക്കിതാ സംരക്ഷണത്തിനായി, നിങ്ങൾക്കുള്ള ഷഫിയായി, നിങ്ങൾക്കുള്ള ശുപാർശകനായി, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ സമീപത്ത് വന്ന് ഖുർആൻ നിൽക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. ഹാഫിലീങ്ങളായ പ്രിയപ്പെട്ട മക്കളെ, ഖുർആൻ പഠിക്കാൻ വിട്ട പ്രിയപ്പെട്ടതായ രക്ഷിതാക്കളെ, അറിയണേ, അറിയണേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൽ ഖുൽദു ബിശിമാലിഹി, അവന് സ്വർഗത്തിൻ്റെതാകുന്ന ശാശ്വതികത്വത്തിന്റെ കരാർ പത്രം ആ സമയത്ത് തന്നെ മലക്കുകൾ മുഖേന അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. നീ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവനാണ്. ഇതാ നിനക്കുള്ള കരാർ പത്രം, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കരാർ പത്രം. ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് പോകുമ്പോൾ തന്നെ ഏതാനും ചില ആളുകൾക്ക് അല്ലാഹു മലക്കുകൾ മുഖേന രേഖപ്പെടുത്തുകയാണ്. ആരാണ് ഇവന്? ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ചവനാണ്. ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല, അതനുസരിച്ചു കൊണ്ടുള്ള ചിട്ടയായ ജീവിതം, കള്ളുകുടിക്കാതെ, ഉപചരിക്കാതെ, സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ ഗ്രാമങ്ങളിൽ കണ്ണു മഞ്ഞളിപ്പിക്കാതെ, ഹറാമായ ചാറ്റിംഗ് നടത്താതെ, മോശപ്പെട്ടതാകുന്ന പാൻപരാഗ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ, ഒരു അനാവശ്യമാകുന്നതാകുന്ന തലത്തിലേക്ക് തന്നെ നാവിനെ കൊണ്ടുപോകാതെ സദാസമയവും വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം നയിച്ചവനാ അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കരാർ പത്രം രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല, തീർന്നില്ല. വയൂളു അലാ റസിഹി താജുൽ വഖാർ,
സ്വർഗത്തിലുള്ളതാകുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഒരു വഖാറിന്റെ ഗാംഭീര്യമുള്ളതാകുന്ന ഒരു കിരീടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേക്ക് അണിയിക്കുകയാണ്. എന്തിനാണ് ഇത്ര വലിയ ആദരവ് നൽകിയത്? ദുനിയാവിലെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവനല്ലേ, ഖുർആൻ ഓതിക്കൊണ്ട് നിർത്തവനല്ലേ. വയൂളു അലാ റഅസിഹി താജുൽ വഖാർ, ഗാംഭീര്യത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിച്ച് ജീവിച്ചതാകുന്ന കുട്ടിയുടെ മാതാപിതാക്കളെ അവരെ വിളിക്കുകയാണ്. തിരൂരിലുള്ള ജനതാ ബസാറിലുള്ള ഉമ്മയല്ലേ കടന്നു വരിക, പാവപ്പെട്ട കൃഷിക്കാരനല്ലേ കടന്നു വരിക. കോടാനുകോടി ജനങ്ങൾ നിൽക്കുന്ന മഹ്ശറിലേക്ക് ഇന്നുള്ളവരല്ല വരാനിരിക്കുന്നതായ ജനകോടികളും കഴിഞ്ഞുപോയതാകുന്ന ജനസഹസ്രങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന മഹ്ശറിൽ വെച്ചുകൊണ്ട് നാലാം ഘട്ട ജീവിതത്തിൽ അല്ലാഹു വിളിക്കുകയാണ്, കടന്നു വരുക. എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് അല്ലാഹു അവരുടെ ശരീരത്തിലേക്ക് അണിയാൻ വേണ്ടി നല്ല പട്ടുവസ്ത്രം അല്ലാഹു നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയതാകുന്ന പട്ടുവസ്ത്രം ഹുല്ലതൈൻ, സ്വർഗീയമാകുന്ന പട്ടുവസ്ത്രം നൽകി അവരെ ആദരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലോകത്തൊരു ടെക്സ്റ്റൈൽസിലും പോയി നിങ്ങൾ അന്വേഷിച്ചാലും അത്തരത്തിലുള്ളതാകുന്ന വസ്ത്രം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റൂല. അത്രയേറെ വില കൂടിയതാകുന്ന വസ്ത്രമാണ്, അത്രയേറെ കാണാൻ മുഞ്ചുള്ള മനോഹരമാകുന്ന പട്ടുവസ്ത്രം. ഈ ദുനിയാവിൽ പുരുഷന് ഹറാമായിരുന്ന വസ്ത്രം നാളെ അല്ലാഹു മഹ്ശറിലേക്ക് നീക്കി നിർത്തിയിട്ട് ധരിപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കണ്ണീരൊഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചോദിക്കുകയാ, ലിമകുസിനാ ഹാദിഹി യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്തിനാണ് ഞങ്ങൾക്ക് ഇത് ധരിപ്പിച്ചത്? അല്ലാഹ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾ കൃഷിക്കാരനാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് എന്തിനാണ് ഈ വലിയ സൗഭാഗ്യം നീ നൽകിയത് എന്ന് ചോദിക്കുമ്പോ ആ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, ബി അഖദി വലദികുമാ അൽ ഖുർആൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ ഖുർആനിന്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു നിർത്തിയതിന് കാരണം കൊണ്ടാണ്. ഖുർആനിന്റെ വഴിയിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടവരല്ലേ, ഖുർആൻ പഠിച്ചതായ മക്കളല്ലേ, ഖുർആൻ ഓതിയതായ മക്കളല്ലേ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ രീതി അനുസരിച്ചുകൊണ്ട് ജീവിച്ചവരല്ലേ. അത് കാരണമായിട്ടാണ് നിങ്ങൾക്ക് ഈ പദവി നൽകുന്നതെന്ന് അല്ലാഹു പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ഹൃദയത്തിന് കറയുണ്ട്, അത് മാറ്റിയെടുക്കാനുള്ള വഴി രണ്ടെണ്ണമാണ്. ഒന്ന് ഖുർആൻ പാരായണമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളതിനെ മാറ്റിവെച്ചു. ഇന്നത്തെ തലമുറ ബാക്കിയൊക്കെ ഉണ്ട്, സ്കരിക്കുകയൊക്കെ ചെയ്യും, രസമാണ്, കറക്റ്റായിട്ട് സ്കരിക്കും. ഇന്നിപ്പോൾ എല്ലാവരും പള്ളിയിൽ പോവില്ലേ? പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിലെ മുസാഹഫ് ഒന്ന് തൊട്ട് നോക്ക്, പൊടി ഇങ്ങനെ കാണാം. എല്ലാ പള്ളിയിലെ മുസാഫ് തൊടുന്നില്ല, ഓതലില്ല. എന്നാൽ ഓത്ത് മദ്രസയിലുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓതലുണ്ട്. ഖലാസ്. അള്ളാഹു മുളക്കാക്കട്ടെ. ഇഷ്ടം പോലെ മദ്രസയുണ്ട്. +1 +2 വരെ പഠിച്ച് നല്ല റാഹത്തായിട്ട് ഹറക്കത്ത് പുള്ളിയിടാത്ത സാധനം വെച്ച് കൊടുത്താൽ പോലും അടിപൊളിയായിട്ട് വായിക്കും. തർക്കീബ് ഇറാബും ഒക്കെ അറിയാം, പക്ഷെ അള്ളാഹു ഓതൂല. അള്ളാഹു മുളക്കാക്കട്ടെ. പിന്നെന്ത് കാര്യം? ഇത് നാളെ നിനക്ക് സ്വർഗത്തിൽ നിനക്ക് ശുപാർശകനായി നിന്റെ ഖബറിന്റെ സമീപത്ത് എത്തണമെങ്കിൽ ഈ ഖുർആനിനെ പാരായണം ചെയ്യണം, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കണം. അപ്പോഴാണ് നാളെ നമ്മൾ ഖബറിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിന്റെ അടുത്ത് വന്ന് നിൽക്കും. മനുഷ്യൻ്റെ രൂപത്തിലും ഭാവത്തിലും നബി മുഹമ്മദ് മുസ്തഫ, അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിൻ്റെ ഖുർആൻ എന്ന് പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പറയണമെങ്കിൽ നമുക്കെന്ത് വേണം? മുസാഫ് വേണം. നാളെ തന്നെ പോയി മുസാഫ് വാങ്ങിച്ച് അലമാരി വെക്കാനല്ല, ഓതുന്ന മുസാഫ് വേണം. മുസാഫ് ഉണ്ട് എല്ലാവർക്കും, പക്ഷെ അള്ളാഹു ഓതലില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. രണ്ടാമത്തതാണ് എന്ത്? ദിക്റുൽ മൗത്ത്,
മരണത്തിൻ്റെ സ്മരണയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മരിക്കുന്നതിനെ ഓർക്കാന്നല്ല, അവനവൻ സ്വന്തം മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് വേണ്ടത്. ഞാൻ മരിക്കും, ആ ഓർമ്മയുണ്ടെങ്കിലേ നന്നാവുള്ളൂ. നാളെ സുബഹിക്ക് മുമ്പ് ഞാൻ മരിക്കുമെന്ന് ഒരു വിവരമുള്ളൊരു ഡോക്ടർ പറയാൻ എല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ പിന്നെന്തായി? അല്ല ഭയപ്പാടാണ്. അപ്പോഴൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ കിട്ടിയാലോ? അല്ലാ, നിസ്കാരത്തിൻ്റെ ഖുശൂ ആണ് ഓരോ നിസ്കാരത്തിലും വരേണ്ടത്. ളുഹറിനും അങ്ങനെ വരണം, അസറിനും വരണം, മഗ്രിബിനും വരണം. കാരണം അടുത്ത ഇശായിന് മുമ്പ് ഞാൻ മരിക്കും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ആ മഗ്രിബിനെടുക്കുന്ന ഒളു നല്ല സൂപ്പർ ഒളു ആയിരിക്കും. ഇതിപ്പം നമുക്ക് ഒളു എടുക്കാൻ ചോദിച്ചാൽ നമുക്ക് മിക്കവർക്കും ഒളു എടുക്കാൻ അറിയാൻ മേല. എങ്ങനെയൊക്കെ കാണിക്കാൻ അതിൻ്റെ സുന്നത്തുകളൊന്നും എടുക്കുന്നില്ല. തലയിൽ നിന്ന് അല്പം ഒന്ന് തടവിയാൽ മതി എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്തായി? എല്ലാവരും ഈ തടവല ഇവിടെ ഇങ്ങനെ തല മുഴുവൻ തടകുന്നില്ല. തല മുഴുവൻ തടവുമ്പോഴാണ് എന്ത് വരുന്നത്? പൂർണ്ണമായ സുന്നത്ത്. അതെടുക്കുന്നില്ല. അല്പം തടവിയാൽ മതി എന്ന് പഠിച്ചപ്പോൾ പിന്നെ എല്ലാവരും ഇതാ ഒപ്പിക്കാൻ തടവിയാൽ മതിയല്ലേ. തല മുഴുവൻ തടകണം. എങ്ങനെ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പുറകോട്ട് പോട്ടെ, തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചിങ്ങനെ കൈ ഇങ്ങോട്ട് കറക്കണം. ഒന്ന് വെച്ചാൽ പുരുഷന്മാരൊന്ന് വെച്ചാൽ എല്ലാവരും നോക്കട്ടെ എന്ന്. എല്ലാവരും ഉറക്കവും പോയിക്കോളും. വെച്ചിട്ട് ഇങ്ങനെ നേരെ പുറകോട്ട് പോട്ടെ, തിരിച്ചിങ്ങോട്ട് അതേപോലെ തിരിച്ച് അങ്ങനെ ചെയ്യണം. അതാണ് സുന്നത്ത്. എത്ര പേര് ചെയ്തിട്ടുണ്ട് ഇത്രയും നാളായിട്ട്? അല്ലാഹ് ആദ്യമായിട്ട് ചെയ്യുക. നാളെ ചെയ്താൽ ചെയ്യും. ഒളു എടുക്കുന്ന സ്ഥലത്ത് പോലും ശ്രദ്ധയില്ല. ഒളു എടുക്കുന്ന ചില സ്ഥലങ്ങൾ ഇങ്ങനെ ഒന്ന് വസ്വാസായിക്കൊണ്ടിരിക്കുക, മക്കൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. വലഹാൻ എന്ന പിശാദിൻ്റെ അടിമപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒളു എടുക്കുന്ന സ്ഥലത്ത് വെള്ളവുമായി കൂടുതൽ കളിക്കുന്നവൻ ആരാൻ? വലഹാൻ എന്ന പിശാദിന് അടിമപ്പെട്ടവനാണ്. വലഹാൻ ഉണ്ട്. നമ്മുടെ മക്കളൊക്കെ കുറേ പേര് അങ്ങനെ ഉണ്ട്. പൈപ്പ് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ചോറപ്പഴയുടെ കൊടുക്കുന്നു, പാലും കൊടുക്കുന്നു. കാലം കഴിയാറായി. ഓരോ സുന്നത്തുകളെടുത്ത് നല്ലതുപോലെ ശ്രദ്ധിക്കാൻ. ഈ അടുത്ത് മരണപ്പെട്ടു പോയ വ്യക്തിയാണ് വൈലത്തറ മുഹമ്മദ് കുഞ്ഞു മൗലവി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തട്ടെ. അദ്ദേഹം നല്ലതുപോലെ ഒളു ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരുന്നു. ഒളു ഭയങ്കരമായി ശ്രദ്ധിക്കും. മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നല്ല, പക്ഷെ ഒളു ഭയങ്കരമായി ശ്രദ്ധിക്കും. അതിൻ്റെ എല്ലാ സുന്നത്തുകളും ആദാബുകളും ഷറുത്തും ഫർളും എല്ലാം എടുത്താണ് ശ്രദ്ധിക്കുക. കാരണം ഇത് നിസ്കാരത്തിൻ്റെ ഷറുത്തിൽപ്പെട്ടതാണിത്. ഒളു ഉണ്ടായിരിക്കുക. ഒളു എങ്ങനെയെങ്കിലും കാണിച്ചിട്ട് പോയി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. നമ്മളതാ പ്രശ്നം. നമ്മളെങ്ങനെയെങ്കിലും തലയിൽ വെള്ളം ഒഴിച്ച് കൈയും കാലും ഒക്കെ കഴിയിട്ട് മുട്ട് നനഞ്ഞിട്ടുണ്ടാവില്ല, കൈമുട്ട് നനഞ്ഞിട്ടുണ്ടാവില്ല, കാലിൻ്റെ കണങ്കാലിൻ്റെ ഭാഗം പുറകുവശം മിക്ക ആളുകളെ നനഞ്ഞിട്ടുണ്ടാവില്ല. മിക്ക ആളുകൾ ശ്രദ്ധിക്കലില്ല. അത് ഇടത് കൈ കൊണ്ട് വൃത്തിയായി കൈയുടെ മുന്നും കാലിൻ്റെ മുൻഭാഗവും പുറകുഭാഗവും ഒക്കെ വൃത്തിയായിട്ട് കഴുകണ്ടേ? എങ്ങനെയെങ്കിലും ധൃതി കാണിച്ച് പോവാൻ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഇതെല്ലാം ശ്രദ്ധിച്ച് ഒളു എടുത്തിരുന്ന വ്യക്തിയാണ് വൈലത്തറ മുഹമ്മദ് കുഞ്ഞു മൗലവി. അദ്ദേഹം തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റു. സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന് വേണ്ടി 3 മണിക്ക് എഴുന്നേറ്റു. ഒളു ചെയ്തുകൊണ്ട് അതേ നിലയിൽ നിലകൊള്ളുമ്പോഴാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. അള്ളാഹു എടുത്ത ദറജ ഉയർത്തട്ടെ. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ എന്തുമായിട്ട് ശുഗല് ആകുമോ, ബന്ധപ്പെടുമോ, അതിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണമുണ്ടാവുക. നമ്മളെപ്പോഴും അശ്ലീലത കാണുന്ന പരിപാടിയാണോ, അശ്ലീലമായ ചാറ്റിംഗ് ആണോ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്? അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മരണം ഉണ്ടാവുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്കെപ്പോഴും സിനിമാ പാട്ട് കേൾക്കുന്നതിലാണ് കൗതുകം. അതൊന്നും ഇഷ്ടമല്ല, അതൊന്നും കേൾക്കുന്നതിന് താല്പര്യമില്ല. എപ്പോഴും രാത്രി ഉറങ്ങാൻ നേരത്ത് മിക്ക സഹോദര സഹോദരിമാരുടെയും കാതുകളിൽ മോശപ്പെട്ട പാട്ടാൻ, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ നിന്ന് ഏതെങ്കിലും ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കലാണ്. ഏതെങ്കിലും പുതിയ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിന്ന് പോയിട്ട് വേണം ലിയോ കാണണം എന്ന് പറഞ്ഞ് നിയത്ത് ചെയ്തിരിക്കുന്ന കൗമ് വരെ കൂട്ടത്തിലുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് കാലഘട്ടം, പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തത് ഏതാണ് എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നവർ അത് കണ്ട് അതിന് 2ാം ഭാഗം ഇറങ്ങിയാൽ കൊള്ളായിരുന്നു, റാഹത്തായിരുന്നു, നേരത്തെ പോകായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതായ കൗമാണ് നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ പറഞ്ഞ അത്ര അപ്ഡേഷനാണ്. ദീനിയായ വിഷയത്തിലല്ല, മറ്റു വിഷയങ്ങളിൽ. ദീനിയായ വിഷയത്തിലല്ല. ഒരു പുതിയ വാള് എന്നാൽ ഈ വിഷയം ഒന്ന് കേട്ട് കളയാം എന്ന് നമ്മൾ കരുതല്ലേ. എത്രയോ വിഷയങ്ങളുണ്ട്. പഴയ കാലഘട്ടം പോലെയല്ല, വിശാലമായ സൗകര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ. വീട്ടിലിരുന്നുകൊണ്ട് എത്രയോ സംഭവങ്ങൾ കേൾക്കാം. ഇപ്പോൾ ഈ രാത്രിയും അത്തരത്തിൽ പ്രയോജനപ്പെടുത്തുന്ന സഹോദര സഹോദരിമാർ എത്ര ആളുകളാണ് ഈ ലൈവിലുള്ളത്? അവർ കേട്ടുകൊണ്ടിരിക്കല്ലേ. എത്ര പേരുണ്ടെന്ന്? 500 പേരുണ്ട്. എത്ര പേരുണ്ട്? 3000 പേരുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങളും കൂടെ അങ്ങനെ ഇരുന്നേ എനിക്ക് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അല്ലാഹു തൗഫീഖ് തരും. ഇപ്പം അങ്ങനെയാണ്. സദസ്സിനേക്കാൾ കൂടുതൽ എവിടെയാണ്? ലൈവിലാണ് ആളുകൾ. അപ്പം അങ്ങനെയായി മാറി. കോവിഡിന് ശേഷം
കോവിഡിന് മുമ്പ് എങ്ങനെയായിരുന്നു? സദസ്സിലാണ് ആളുണ്ടാവുക, ലൈവിൽ ആൾ കുറവായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇൻ്റർനെറ്റാണ്, സൗകര്യങ്ങളൊക്കെ വളരെ വിപുലീകരിക്കപ്പെട്ടു. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്കും ബറക്കത്ത് ചൊരിയട്ടെ. അവരവരുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഇതേ ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗിച്ച് അവർക്ക് തൊട്ടിപ്പുറത്തോട്ട് മാറിയാൽ മതി. ഒന്ന് ചാനൽ മാറ്റിയാൽ അശ്ലീലത കാണാം, പക്ഷെ അത് മാറ്റാതെ അവർ നിലകൊള്ളുന്നത് അവരുടെ ഈമാനികമായ പവറാണ്. ഈ ഒരു പവർ എന്തുകൊണ്ട് നമുക്കുണ്ടാക്കുന്നില്ല? നമുക്ക് മറ്റു സമയങ്ങളിൽ എന്തുകൊണ്ട് ഇത് ശ്രദ്ധ ചെലുത്തുന്നില്ല? നാട്ടിൽ വാതില്ലാത്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ എത്രയോ വാതുകൾ നമുക്ക് ഡെയിലി ഒരു വാത്, ഒരു നസീഹത്ത്, ഒരു 10 മിനിറ്റ് കേട്ടിട്ട് കിടക്കാം. ഹൃദയം നന്നാകാൻ കാരണമായി തീരും. ഖുർആൻ കേൾക്കുക, വലിയ തൗഫീഖാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ബഹുമാനപ്പെട്ടതാകുന്ന സ്വഹാബത്തിൽ നിന്ന്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കലും സ്വഹാബത്തിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്തത് കേൾക്കുമായിരുന്നു. രണ്ടും വേണം, ഓത്തും വേണം, പാരായണവും വേണം. പാരായണം ചെയ്യുന്നത് കേൾക്കുകയും വേണം. അതിലൊക്കെ ബറക്കത്താണ്. നമ്മുടെ വീട്ടിൽ ഓളിയത്തിലിടുന്ന വസ്തു ഏതാ? നമ്മളെപ്പോഴും പാട്ടാണ്, സിനിമാ പാട്ടും മറ്റും മാപ്പിളപ്പാട്ടും ഒക്കെയാണ്. ഖുർആൻ മുമ്പൊക്കെ ഇടുമായിരുന്നു. മുമ്പ് വെള്ളിയാഴ്ച ആകുമ്പോൾ റേഡിയോയിൽ അൽക്കഹഫ് ഒച്ചത്തിലിടുമായിരുന്നു പഴയ തലമുറക്കാർ. ഇന്ന് വീട്ടിൽ എന്തെങ്കിലും ഒച്ചത്തിലിടുകയാണെങ്കിൽ മക്കളുണ്ട്, ചെറുമക്കൾ, അവൻ നല്ല സൂപ്പർ പാട്ട് ഇടുകയാണ്. കട്ടിലേ കിടക്കുന്ന വല്യപ്പ കടന്ന് തുള്ളി കളിക്കും. അങ്ങനത്തെ സാധനം ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വല്യപ്പാക്കും അത് ഇഷ്ടമാണ്. മുക്കാപാലയ്യ ഇട്ട് കൊടുത്താൽ മതി, വാപ്പ അവിടെ കിടന്ന് തുള്ളൂ. അങ്ങനത്തെ ടീമാണ് വല്യപ്പ. അത് തന്നെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അദാബിലാണ്. അള്ളാഹുവിനങ്ങളെ നീ തൗഫീഖ് എന്നുള്ളവരായി കബൂലാക്കണേ അല്ലാ. ഇബാദത്തുകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്, ആഖിറത്തെ സമ്പാദിക്കാൻ തയ്യാറാകണേ. ദുനിയാവിനോടുള്ളതാകുന്ന താല്പര്യം നീ കുറയ്ക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ 2 ചുമലുകളിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഉപദേശമാണ്, യാ അബ്ദുല്ലാഹ് കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഒരു പരദേശിയെ പോലെ, ഒരു വിദേശിയെ പോലെ വേണം ഈ ദുനിയാവിൽ നീ ജീവിക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ നാട്ടിലേക്ക് മടങ്ങണമെന്നുള്ള ചിന്ത വേണം. നാളെ പോകണം നീ ഇവിടെ നിന്ന്. ആ നിലയ്ക്ക് വേണം ഈ ദുനിയാവിൽ നീ കഴിഞ്ഞുകൂടാൻ. ഏത് സെക്കൻഡിൽ വേണമെങ്കിലും മരണത്തെ വരിക്കാമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ ആവണം. ഒരല്പസമയം ഒരു തണൽ കിട്ടിയതാകുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്നുകൊണ്ട് വിശ്രമിച്ചിട്ട് അല്പനേരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകണമെന്നുള്ള ചിന്തയിലാകണം നീ ദുനിയാവിൽ വസിക്കേണ്ടത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്, ആഖിറത്തെ സമ്പാദിക്കാൻ തയ്യാറാകണേ. ദുനിയാവിനോടുള്ളതാകുന്ന താല്പര്യം നീ കുറയ്ക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ 2 ചുമലുകളിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഉപദേശമാണ്, യാ അബ്ദുല്ലാഹ് കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഒരു പരദേശിയെ പോലെ, ഒരു വിദേശിയെ പോലെ വേണം ഈ ദുനിയാവിൽ നീ ജീവിക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ നാട്ടിലേക്ക് മടങ്ങണമെന്നുള്ള ചിന്ത വേണം. നാളെ പോകണം നീ ഇവിടെ നിന്ന്. ആ നിലയ്ക്ക് വേണം ഈ ദുനിയാവിൽ നീ കഴിഞ്ഞുകൂടാൻ. ഏത് സെക്കൻഡിൽ വേണമെങ്കിലും മരണത്തെ വരിക്കാമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ ആവണം. ഒരല്പസമയം ഒരു തണൽ കിട്ടിയതാകുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്നുകൊണ്ട് വിശ്രമിച്ചിട്ട് അല്പനേരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകണമെന്നുള്ള ചിന്തയിലാകണം നീ ദുനിയാവിൽ വസിക്കേണ്ടത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.